ഹലോ എവരിബഡി, വെൽക്കം ടു ലൈഫ് റൂട്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ജിദ്ദയ്ക്ക് അടുത്തുള്ള തൂവലിലാണ്. തൂവലിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇന്നലെ വന്ന അതേ റൂട്ടിലോട്ട് പോകണം. അവിടെയാണ് നമ്മുടെ പ്ലാന്റ് ഉള്ളത്. ഞങ്ങൾ ഏർലി മോർണിംഗിൽ ഇറങ്ങി. അതിൻ്റെ ഒരു വിഷ്വലാണ് നിങ്ങളിപ്പോൾ ഇവിടുന്ന് കാണുന്നത്. ഇവിടുന്ന് നേരെ നമ്മൾ മക്ക മദീന ഹൈവേ പിടിക്കണം. അതിൻ്റെ ഏകദേശം പകുതിയോളം ഓടിയതിന് ശേഷം അവിടെ നിന്നാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് വരുന്നത്. അതിമനോഹരമായൊരു പ്ലാന്റാണ്. ഒരു വലിയ രണ്ട് മലയുടെ ഇടുക്കിനുള്ള ഒരു പ്ലാന്റാണ്. നല്ല രസമാണ്. അപ്പം അവിടുത്തെ കാഴ്ചകളിലേക്ക് ഇപ്പം നമ്മൾ രാവിലെ മക്ക ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ അവിടുന്ന് തിരിച്ചു വന്നാണ്. ഒരു രാത്രി അന്തി ഉറങ്ങാൻ വേണ്ടി മാത്രം നമ്മൾ 70 കിലോമീറ്റർ ഇന്നലെ ഇവിടെ ഇതില്ലാത്ത കാരണം, പെട്രോൾ പമ്പ് ഇല്ലാത്ത കാരണം, അല്ലെങ്കിൽ താമസ സൗകര്യം ഇല്ലാത്ത കാരണം ഇപ്പോൾ തിരിച്ച് നമുക്ക് പോകേണ്ട പ്ലാന്റിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. സൗണ്ടൊക്കെ വെച്ചിട്ട് പിടുത്തമുണ്ട്. 2-3 ദിവസത്തെ യാത്രയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയാണ്. കാരണം ഒരു സ്ഥലത്ത് നല്ല തണുപ്പ്, ജിദ്ദ വന്നപ്പോഴത്തേക്കും ഒരു മീഡിയം കാലാവസ്ഥ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ടൊക്കെ ഇവിടുത്തെ മലകളെല്ലാം കണ്ടില്ലേ, കരിഞ്ഞിരിക്കുന്നത്. എവിടെ നോക്കിയാലും കറുത്ത മലകളാണ് കാണാൻ. ഈ മക്ക മദീന റൂട്ടിൽ അതുപോലെ തന്നെ ആ കല്ലുകളെല്ലാം ഇങ്ങനെ കരിഞ്ഞിരിക്കുന്ന കണ്ടില്ല. നമ്മുടെ മുമ്പിലുള്ള മല കണ്ടില്ല. നമ്മൾ എങ്ങോട്ടാ പോകുന്നു? മലയുടെ നടുക്കോട്ട്. നമ്മളിന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അൽ സഫ സിമെൻറ്റ് കമ്പനിയാണ്. നോക്കിയാൽ അങ്ങനെ ബോർഡുണ്ട്. മെയിൻ റോഡിൽ നിന്ന് നമ്മളിപ്പോൾ അങ്ങോട്ട് കയറി. ഇവിടുന്ന് ഏകദേശം 10-15 കിലോമീറ്റർ ഉള്ളിലാണ് പ്ലാന്റ്. രണ്ട് വലിയ കുറേ മലകളുടെ ഇടയ്ക്ക് താഴ്വാരത്തിലുള്ള ഒരു സിമെൻറ്റ് ഫാക്ടറിയാണ്. അത് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാൻ പറ്റും. ഞാൻ കാണിച്ചുതരാം. ദൂരെ വൈറ്റ് കളറിൽ കാണുന്നുണ്ടോ? ഇവിടെ വൈറ്റ് സിമെൻറ്റിൻ്റെ ഇത് മലകളുണ്ട്. വൈറ്റ് സിമെൻറ്റ് മീൻസ് ഇവിടെ വൈറ്റ് സിമെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ നോർമൽ സിമെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. രണ്ടും രണ്ട് പ്രോസസ്സാണ് കേട്ടോ. ഇത് ഫുള്ള് മലകൾ. അപ്പോൾ നമ്മൾ വലിയൊരു കുഴിക്കകത്തോട്ട് ഇറങ്ങുകയാണ്. ഈ കുഴിക്കകത്താണ് ഈ സിമെൻറ്റ് ഫാക്ടറി ഉള്ളത്. ആരെങ്കിലും വിശ്വസിക്കുമോ? വലിയൊരു മലകളുടെ ഇടയ്ക്ക് കൊണ്ടൊരു ഫാക്ടറി വെച്ചിരിക്കുന്നുണ്ട്. ഇറ്റ്സ് ആൻ അമേസിങ് കൺസ്ട്രക്ഷൻ. എൻ്റെ ഡൗട്ട് ഇതല്ല വേണോട്ടാ, ഇവരിത് എങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ളതാണ് ഇവിടെ ഈ സാധനം ഉള്ളത്. കാരണം ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ലല്ലോ, ഈ മലകൾ മാത്രമേ ഉള്ളൂ. ഈ ലൈം സ്റ്റോൺ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ളതാണ് എൻ്റെ ഒരു ഇതൊക്കെ സർവേ ചെയ്ത് റെഡിയാക്കി. കാരണം ലൈം സ്റ്റോൺ ആണ് ഏറ്റവും ബേസിക്കായിട്ട് സിമെൻറ്റ് പ്ലാന്റിന് വേണ്ട ഒരു എന്താ പറയുക റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവിടെ ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ട് അങ്ങ് കാണുന്നതാണ് നമ്മുടെ പ്ലാന്റ്. ഓക്കെ, ദൂരത്ത് കാണുന്നതാണ് നമ്മുടെ പ്ലാന്റ് വിസിറ്റിങ്ങിനുള്ളത്. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ മലകളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. നോക്കി, ഇതിന് ഒരു മല, അതിൻ്റെ അപ്പുറത്ത് വലിയൊരു മല, ഇതിൻ്റെ ഉള്ളിൽ ആണ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തന്നെ കുറേ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ജിദ്ദയിൽ നിന്ന് ഏകദേശം 140 കിലോമീറ്റർ അപ്പുറത്താണ്. ഏതൊരു സിമെൻറ്റ് പ്ലാന്റിൽ പോയാലും നമ്മൾ ആദ്യം അതിൻ്റെ ഏറ്റവും ഹൈറ്റുള്ള പ്രീ ഹീറ്ററിൽ നമ്മളൊന്ന് കയറും. ഏകദേശം ഇവിടുത്തെ പ്രീ ഹീറ്റർ എന്ന് പറയുന്നത് 98 മീറ്ററോളം ഉയരമുണ്ട്. അതിൻ്റെ ഏറ്റവും മേളിൽ കയറി നിന്നാണ് ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇതെല്ലാം ഒരു മലയുടെ നടുവിലാണ്. ഇത്ര മലകളുടെ നടുവിലാണ് ഈ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. കണ്ടില്ലേ, ഫുള്ള് ബാക്ക് സൈഡിൽ മലകളാണ്, വേറെ ഒന്നും കാണാനില്ല. ഇവിടെ അത്യാവശ്യം മദീന ഏരിയയിൽ നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ വർഷം. ആ വർഷത്തിൻ്റെ അത് കാരണം നിങ്ങൾക്ക് കാണാം, ഒരു നേരിയ പച്ചപ്പ് കണ്ടോ. എല്ലാ മലകളുടെ മേളിലും എല്ലാ മലകളും ഒരു നേരിയ പച്ചപ്പ് വിധിച്ച് നിൽക്കുന്നു. ഇങ്ങനെ കാണാൻ പറ്റാത്തതാണ്. ഈ വർഷം അത്യധികം മഴ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പച്ചപ്പ് നല്ല പച്ച, ചെറിയൊരു ഇളം പച്ച കംപ്ലീറ്റ് മലകളെയും പൊതിഞ്ഞിരിക്കുന്നു. ഉണ്ടോ? ഇതേപോലെ മങ്കിലാടിൽ വേണം കയറി മേപ്പോട്ട് വരാൻ. കണ്ടില്ലേ? ഓഹോ, ഇതിലെങ്ങനെ കയറി ഞങ്ങൾ മേളി വന്നതാണ്. മേളി വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇതെല്ലാം കണ്ട് നിങ്ങളെ കാണിച്ചു. കണ്ടില്ലേ, ഇതാണ് സിമെൻറ്റ് പ്ലാന്റിൻ്റെ വ്യൂ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലിഫ്റ്റാണ്. ഇതിനകത്ത് ഒരു 5-6 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു ലിഫ്റ്റാണ് ഇത്. പഴയ കുറച്ച് ഓൾഡ് ടൈപ്പാണ്. നമ്മൾ കയറിയത് ആ കാണുന്ന പ്രീ ഹീറ്ററിൻ്റെ മേളിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത്. കൂളിംഗ് ടവറിൽ ഇൻസ്പെക്ഷന് പോവുകയാണ് റഫീഖ് ഭായി.
ഇതാണ് കൂളിംഗ് ടവർ. ആ ലാഡറെ കൂടെ മേളിൽ പോകും. അങ്ങനെ കുറച്ചേറെ സൈറ്റ് വിസിറ്റും കാര്യങ്ങളും കുറേ മെഷർമെൻറ്റും ഒക്കെ നോക്കേണ്ടതുണ്ടായിരുന്നു. കുറേ ജോബ്സ് ഒക്കെ അനലൈസ് ചെയ്യേണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇതൊരു കൂളിംഗ് ടവറാണ്. കൂളിംഗ് ടവറിൻ്റെ ഒരു കുറച്ച് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുമൊക്കെ നമ്മൾ കണ്ട് ഏകദേശം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനി നമുക്ക് അടുത്ത പ്ലാന്റിലേക്ക് പോകണം. ഇവിടെ ഇപ്പോൾ ഏകദേശം നമുക്ക് 11 മണിയോളം ആയിട്ടുണ്ട്. നമുക്കിപ്പം നമ്മൾ രാവിലെ വന്നതാണ്, ഏർലി മോർണിംഗ്. ഇതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് നേരെ റിയാദിലുള്ളൊരു പ്ലാന്റിലേക്ക് വേണം പോകാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ ഇനി അങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി ഇവിടുന്ന് റിയാദ് 850-900 കിലോമീറ്റർ ഉണ്ട്. റിയാദ് 1 കിലോമീറ്റർ പോകണം. ഇപ്പോൾ സമയം 11:30. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല തണുപ്പായിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ല ചൂട്, ഒരു രക്ഷയില്ല. ഇവിടെ 31, നമ്മൾ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് 15, പകുതി കൂടുതൽ. പെട്ടെന്ന് എക്സോസ്റ്റ് ആയിപ്പോയി സത്യം പറഞ്ഞാൽ. 12 മണിക്കൂർ 12 മണിക്കൂറിനുള്ളിലാണ് ഇത്ര ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം അത് ഇച്ചിരി കട്ടിയായി. ഓക്കെ, ലെറ്റ്സ് സീ. നല്ലൊരു കയറ്റം. നമ്മൾ നേരത്തെ ഇങ്ങോട്ട് ഇറങ്ങിയ കയറ്റം ഇനിയിപ്പോൾ അങ്ങോട്ട് കയറുകയാണ്. കണ്ടല്ലേ, ആ കാണുന്ന മലകളെല്ലാം പച്ചപ്പ് വിരിച്ച് കണ്ടോ. ഈ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ്. കാരണം വെച്ചാൽ ഇതിങ്ങനെ കാണാൻ അപൂർവമാണ്. ക്യാമറയിൽ എത്ര കിട്ടുമെന്ന് അറിയത്തില്ല. ഓൾമോസ്റ്റ് പച്ചപ്പ് വിരിച്ചു. എല്ലാ മലകളിലും ജീവൻ്റെ തുടിപ്പുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അതിർത്ഥം അല്ലേ. ഒരു ശകലം വെള്ളം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ജീവൻ അവിടെ നിന്ന് വരും. അതാണ് എൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഞാൻ കാണിച്ചത്. ഒന്ന് വഴിക്ക് നോക്കിയാൽ വലിയൊരു പുഴ ഒഴുകുന്ന സ്ഥലമാണ്. സൗദി അറേബ്യയിൽ പുഴ ഇങ്ങനെ ഇല്ലെന്ന് പറയില്ലേ നമ്മൾ. പക്ഷേ ഈ മലയും മുകളിൽ നിന്നൊക്കെ, ഇത് മക്ക മദീന റോഡിലാണ് പോകുമ്പോൾ വലിയ പുഴ ഒഴുകി നിൽക്കുന്നുണ്ടല്ലേ. ഇതിൽ കൂടെയൊക്കെ വെള്ളം പോയിട്ടുള്ളതായിരിക്കും. നാച്ചുറലി ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്, അല്ലാണ്ട് ഇങ്ങനെ വരാൻ വകുപ്പില്ലല്ലോ. കണ്ടില്ലേ, നോക്കി അങ്ങ് വരെ ഇങ്ങനെ 2-3 ഏരിയ ഉണ്ട് നമ്മൾ വരുന്ന വഴിക്ക്. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് എടുക്കാൻ പറ്റിയൊരു സൗകര്യം കണ്ടത്. അങ്ങനെ ഞാൻ എടുത്താണ് ഈ വീഡിയോ സത്യം പറഞ്ഞാൽ. നോക്കി, അപ്പം ഇത് കുറച്ച് വെള്ളമൊക്കെ ഒലിച്ച് വന്നിട്ടുണ്ട്. കണ്ട പാറകളൊക്കെ താഴോട്ട് പോയിരിക്കുന്നുണ്ട്. ഞാനിവിടെ താഴെ നിന്ന് ഇറത്താണ്. നമ്മുടെ മെയിൻ ഹൈവേ എന്ന് പറയുന്നത് അതാണ്. നോക്കി, നമ്മുടെ ബാക്ക് സൈഡ് ഉണ്ടല്ലേ, എല്ലാം ഈ പറഞ്ഞ പോലെ ഗ്രീനറി ആയിട്ടുണ്ട്. അതാണ് ഇപ്പം ഒരു പ്രത്യേകത കാണുമ്പോഴത്തേക്ക്. അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ കാണുന്ന അപൂർവമാണ്. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇതായി പോകും, എന്താ പറയുക, ഉണങ്ങിപ്പോവും. ഇപ്പം നല്ല തണുപ്പുണ്ട്, തണുത്ത കാറ്റുണ്ട്. നമുക്ക് പുതിയൊരു കൂട്ട് കിട്ടി. ഇത് കണ്ടില്ലേ, ചാടി വണ്ടിക്കകത്ത് കയറിയിരിക്കുന്നുണ്ടോ. എൻ്റെ പൊന്നെ, ഇതൊക്കെ എത്തി നോക്കുന്നു. എന്ത് രസമായിട്ട് നമ്മുടെ വണ്ടിയിലായിരിക്കുന്നേ. അല്ലോ, ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. എനിക്ക് താഴെ ഉണ്ട്. വേണോട്ടിന് എന്തോ കൊടുക്കാനുള്ള പരിപാടിയാണ്. വേണോട്ടാ കയറി കടിക്കുവേ. അല്ലോ, തണുത്ത് ഇറങ്ങിയിരിക്കട്ടോ. പുറത്ത് നല്ല തണുപ്പുണ്ട്. അതിനറിയാം, നിങ്ങൾ എത്ര വണ്ടി കാണുന്നുണ്ട്. അയ്യോ, പുറത്തൊരു കുഞ്ഞുണ്ട്. ഒരു മിനിറ്റ് കൊടുക്കല്ലേ. ഒരു പുറത്തൊരു കുഞ്ഞുണ്ട്, നോക്കിയാ. അന്ന് കൈയോട്ട് കൊടുക്കുക, ചെറുതായിട്ട് ഓപ്പൺ ആക്കിയിട്ട്. കൈ മാന്തി പറിച്ചിട്ട് കേട്ടോ. ഓ, വേണിട്ടും കൊടുത്തേട്ടോ. ആ നോക്കിയേ, കുഞ്ഞിന് പാല് കൊടുക്കാം. അവൻ അത് നിന്ന്. നിങ്ങൾ പിന്നെ തന്നെ അവനോർമ്മ കൊടുക്കും. ഞാൻ താഴ്ത്തേ കേട്ടോ. അപ്പുറത്ത് കൊടുത്തു. എനിക്ക് പഠിയാ. വേണിട്ടും കൊടുത്തതേ ആണല്ലേ. മനുഷ്യന്മാര് മേടിക്കുന്ന നിനക്ക് അത് ഇനി നോക്ക്. അതിനോട് മതി കൊടുക്കണ്ടേ നിങ്ങള് അപ്പഴേ മേടിച്ചോണ്ട് പോ മതി. പോ കഴിഞ്ഞു അതവിടെ കൊണ്ടുവച്ച് കുഞ്ഞിന് പോലും കൊടുക്കുന്നില്ല. കൊടുത്തോ? അതിന് വിവരമുണ്ട് വേണ്ടിട്ട്. അതിന് തിന്നാലേ ഉള്ളൂ, അതിനറിയാം അതിനെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മളെപ്പോലെ അല്ലല്ലോ. നമ്മളങ്ങനെ അല്ലല്ലോ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും, അങ്ങനെ കുഞ്ഞുങ്ങൾ പോകില്ല എന്ന് പറഞ്ഞിട്ട് പോകും.